നമസ്കാരം. എല്ലാ കണ്ണുകളും ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക്. മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഉറ്റുനോക്കിയാണ് ലോകം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ പരസ്പര ബന്ധം മെച്ചപ്പെടുത്താൻ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ പുരോഗതി മോദിയും ഷീയും വിലയിരുത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കൂടുതൽ നടപടികളും ചർച്ചയാകും. 7 കൊല്ലത്തിന് ശേഷം ചൈനയിലെത്തിയ മോദിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ചൈനീസ് മണ്ണിൽ മുഴങ്ങിക്കേട്ടത് വന്ദേ മാതരവും ഭാരത് മാതാ കി ജയുമാണ്. വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മോദിയെ സ്വീകരിക്കാൻ ചുവപ്പ് പരവതാനിയും വിരിച്ചിരുന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ചൈനീസ് കലാകാരികൾ അവതരിപ്പിച്ചു. കുച്ചിപ്പുടിയും ഒഡീസിയും കഥകും അവതരിപ്പിക്കപ്പെട്ടു. ചൈനീസ് കലാകാരന്മാർ അവതരിപ്പിച്ച ഇന്ത്യൻ സംഗീതവും നൃത്തവും മോദിക്ക് ചൈനയൊരുക്കിയ ഗംഭീര വരവേൽപ്പിനും മോടി പകർന്നു. ഇന്ത്യൻ പതാകയേന്തിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ മോദി കാണാനെത്തി. ദീപാലങ്കാരങ്ങളും നിരന്നിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ മോദി കാണും. നാളെയാണ് പുടിനെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള തീരുവ തർക്കം തുടരുമ്പോൾ ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കുന്നതിനുള്ള ആലോചന നടക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കൂട്ടണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിക്കും. ചൈനീസ് കമ്പനികൾക്കുള്ള നിയന്ത്രണം നീക്കണമെന്നും ഷീ ജിൻപിങ്ങും ആവശ്യപ്പെടാനാണ് സാധ്യത. ബ്രിക്സ് കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതും ചർച്ചയാകും. 45 മിനിറ്റ് നീളുന്ന ഈ ചർച്ചയിൽ അതിർത്തി തർക്കങ്ങൾ തീർക്കുന്നതിനെക്കുറിച്ചും വ്യാപാര കാര്യങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ടണൽ നിർമ്മാണത്തിനുള്ള യന്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കാൻ ചൈന അനുമതി നൽകിയേക്കും. കൂടാതെ അമേരിക്കൻ തീരുവകൾ കാരണം ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾ പോലുള്ള സാധനങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ചയിൽ വിഷയം ഉയർന്നു വന്നേക്കാം. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായ വിരുന്നിൽ മോദി ഇന്ന് പങ്കെടുക്കും. നാളെ രാവിലെ മോദി ഉച്ചകോടിയിൽ സംസാരിക്കും. 20-ലേറെ രാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിർത്തി സംഘർഷം കുറയ്ക്കാനും വ്യാപാരവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും സുദൃഢമാക്കാനും മോദി ഷീ കൂടിക്കാഴ്ചയിൽ ധാരണയാവുമെന്നാണ് പ്രതീക്ഷ. തീരുവയടക്കം വ്യാപാര രംഗത്തെ വിഷയങ്ങൾ ഉയർന്നു വരാനാണ് സാധ്യത. അമേരിക്കൻ തീരുവ നേരിടാൻ സമുദ്രോൽപ്പന്നങ്ങളടക്കം ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ആരായും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ എന്ന നിലയിൽ ആഗോള സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ ഇന്ത്യ ചൈന സാമ്പത്തിക സഹകരണം അതിപ്രധാനമാണെന്ന് ജപ്പാൻ സന്ദർശന വേളയിൽ മോദി പറഞ്ഞിരുന്നു. കിഴക്കൻ ലഡാക്കിലെ അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വഷളായ ബന്ധം സാധാരണ നിലയിലാക്കുക എന്നതും ചർച്ചയുടെ ലക്ഷ്യമാണ്. അതേസമയം മറ്റു ചില വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കുമെന്നാണ് സൂചനകൾ. ചൈന വിപണിയിൽ ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ, വിതരണ ശൃംഖല 2020 മുൻപുള്ള അവസ്ഥയിലെത്തിക്കൽ, ചൈനയിൽ നിന്നും മരുന്ന് നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾ, വിസ തടസ്സം പൂർണ്ണമായി നീക്കൽ, നേരിട്ടുള്ള വിമാന സർവീസ്, അതിർത്തി നദികളിലെ ജലം പങ്കിടുന്നതിലെ ധാരണ തുടങ്ങിയ വിഷയങ്ങളിൽ ധാരണയുണ്ടാകുമെന്നാണ് വിവരം. US-ന്റെ വ്യാപാര യുദ്ധം ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചിരിക്കെ പുതിയ വിപണി തേടുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഷീ ജിൻപിങ് ആതിഥേയത്വം വഹിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും പങ്കെടുക്കുകയും ചെയ്യുന്ന ഉച്ചകോടി US അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഒരു ബദൽ ശക്തിയായി നിലകൊള്ളാൻ കഴിവുള്ള ഒന്നായി ചൈനയെ ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഉച്ചകോടിയാണിതെന്ന് US മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള രാഷ്ട്രതലവന്മാരും പ്രതിനിധി സംഘങ്ങളുമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2 ദിവസ ഉച്ചകോടിക്കായി ഞായറാഴ്ച മുതൽ ചൈനീസ് തുറമുഖ നഗരമായ ടിയാൻജിനിൽ ഒത്തുചേരുന്നത്. സെപ്റ്റംബർ 1 വരെ ചൈനയിലുള്ള പ്രധാനമന്ത്രി മോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് ഏറെ നിർണായകം. ഇരു നേതാക്കളും ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധങ്ങൾ വിലയിരുത്തുകയും ബന്ധം കൂടുതൽ സാധാരണ നിലയിലാക്കുന്നതിനെക്കുറിച്ചുള്ള നടപടികളെക്കുറിച്ചും ചർച്ച നടത്തുകയും ചെയ്യും.